ഹായ് കിഡീസ്, മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് സ്മോൾ ലെറ്റർ പഠിച്ചു? എ. ഏതാ പഠിച്ച നമ്മള് ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സ്മോൾ ലെറ്റർ കൂട്ടുകാരൊക്കെ എഴുതാൻ പഠിച്ചോ? സ്മോൾ ലെറ്റർ എ. ഓക്കെ, ഗുഡ്. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന സ്മോൾ ലെറ്റർ ബി. ഏതാ? ബി. ഒന്ന് പറഞ്ഞാട്ടെ. സ്മോൾ ലെറ്റർ ബി. ബി എങ്ങനെയാ എഴുതുന്നതെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ബോർഡിലോട്ട് ശ്രദ്ധിച്ചു നോക്കിയേ. ആദ്യം എന്തോ ചെയ്യണം? ബി എഴുതാൻ മുകളിൽ നിന്ന് നോക്കിട്ടേ തുടങ്ങി താഴത്തോട്ടൊരു നീളം വര വരക്കാം. ബാറ്റ് മുകളിൽ നിന്ന് തുടങ്ങി താഴത്തോട്ടൊരു നീണ്ട് വരക്കാം. നീളത്തില് ബാറ്റ് പോലെ ഒരു നീളത്തില് വരാം. എന്നിട്ട് എന്തോ ചെയ്യണം? ഇവിടുന്ന് വരേണ്ട മുകളിലോട്ട് വീണ്ടും പകുതി വരെ പോകണം. ഇവിടുന്ന് എന്തോ ചെയ്യണം? മുകളിലോട്ട് വീണ്ടും പോയി അവിടുന്ന് എന്തോ ചെയ്യണം? നോക്കിക്കേ, ബാറ്റിനോട് ചേർന്ന് എന്തോ ചെയ്തു? നമ്മള് ഒരു പന്ത് വരച്ചു. എന്തുവായി? ബാറ്റും ബോളും ചേർന്നപ്പോ സ്മോൾ ലെറ്റർ ബി. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ആദ്യം എന്ത് ചെയ്തു? മുകളിൽ നിന്ന് താഴത്തോട്ട് നമ്മൾ ഒരു നീളത്തില് ബാറ്റ് വരച്ചു അല്ലേ? നീളവര. എന്നിട്ട് എന്തു ചെയ്തു? ഇവിടുന്ന് നമ്മൾ എന്തോ ചെയ്തു? ഈ വരയുടെ വീണ്ടും മുകളിലോട്ട് പകുതി വരെ പോയി പകുതി വരെ വീട് താഴ്ന്ന് പെൻസിൽ എടുക്കാതെ വരക്കട എഴുതണം. എന്നിട്ട് എന്തോ ചെയ്തു? ബാറ്റിനോട് ചേർന്ന് എന്ത് നമ്മൾ വരച്ചു കൊടുത്തു? ഒരു വലിയ പന്ത് വരച്ചു കൊടുത്തു അല്ലേ? ബാറ്റും ബോളും ചേർന്നപ്പോ എന്തുവായി? സ്മോൾ ലെറ്റർ ബി. സ്മോൾ ലെറ്റർ ബി അല്ലേ? ആദ്യം എന്ത് ചെയ്തു? നമ്മള് മുകളിൽ നിന്ന് താഴത്തോട്ട് നീണ്ട് വര കൊടുത്തു. വലിയ അല്ലേ? മുകളിൽ നിന്ന് താഴത്തോട്ട് ബാറ്റ് വരച്ചു, നീളൻ ബാറ്റ് അല്ലേ? എന്നിട്ട് എന്തോ ചെയ്തു? നമ്മള് അവിടുന്ന് എന്തോ ചെയ്തു? വീണ്ടും പിറകോട്ട് അല്ലേ? പെൻസിൽ മെല്ലെ എഴുതണം, സ്ലോലി എന്നാലേ മനസ്സിലാവും. വീണ്ടും പിറകോട്ട് പോയി ഇവിടുന്ന് പകുതി വരെ. എന്നിട്ട് എന്തോ ചെയ്തു? ബാറ്റിനോട് ചേർന്ന് നമ്മള് വലിയൊരു പന്ത് വരച്ചു അല്ലേ? ബാറ്റും ബോളും ചേർന്നപ്പോ എന്തായി? സ്മോൾ ലെറ്റർ ബി. മനസ്സിലായോ? ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയേ. ആദ്യം എന്തോ ചെയ്തു? കാണുന്നുണ്ടോ? നീളം ബാറ്റ് വരച്ചു. എന്നിട്ട് എന്തോ ചെയ്തു? ഇവിടുന്ന് നോക്കിയ പെൻസിൽ എടുക്കാതെ എഴുതണം. ഇവിടുന്ന് വീണ്ടും പിറകോട്ട് പകുതി വരെ അല്ലേ? ബാറ്റിന്റെ. എന്നിട്ട് എന്തോ ചെയ്തു? നമ്മള് വലിയൊരു പന്ത് വരച്ചു കൊടുത്തു. ബാറ്റിനോട് ചേർന്ന് വലിയൊരു പന്ത് വരച്ചു കൊടുത്തു. ബാറ്റും ബോളും ചേർന്നപ്പോ എന്തോ ആയി? സ്മോൾ ലെറ്റർ ബി. സ്മോൾ ലെറ്റർ ബി. ഒന്നുകൂടി ശ്രദ്ധിച്ചേ. അതെന്ത് ചെയ്തു? മുകളിൽ നിന്ന് താഴത്തോട്ട് നീണ്ട ബാറ്റ് വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? ബാറ്റിന്റെ വരയുടെ നടുവിലേക്ക് പെൻസിൽ എടുക്കാതെ തന്നെ എഴുതണം. മെല്ലെ സ്ലോലി എഴുതണം. നടുവിലേക്ക് പോയി നടുവിലോട്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് വലത്തോട്ട് അല്ലേ? ബാറ്റിനോട് ചേർന്ന് വലിയൊരു പന്ത് വരച്ചു കൊടുത്തു. എന്തുവായി? സ്മോൾ ലെറ്റർ ബി. മനസ്സിലാവാനാ ഞാൻ വലിയ അക്ഷരത്തിൽ എഴുതിയത്. നോക്കിക്കേ, മുകളിൽ നിന്ന് താഴത്തോട്ട് നീണ്ട ബാറ്റ് വരച്ചു അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? നമ്മള് അതിന്റെ വീണ്ടും പിറകോട്ട് നടുവിലോട്ട് പോയി അല്ലേ? എന്നിട്ട് എന്തോ ചെയ്തു? വലിയൊരു പന്ത് വരച്ചു. ബാറ്റിനോട് ചേർന്ന് വലിയൊരു പന്ത്. എന്തായി? സ്മോൾ ലെറ്റർ ബി. ഒന്ന് എഴുതി നോക്കി. ആദ്യം എന്തോ ചെയ്യണം? നീളത്തില് സ്ലോലി പതിയെ വരക്കുക.
വളഞ്ഞിട്ടൊക്കെ പോവും. ആദ്യം വരച്ച് വരച്ച് എഴുതിക്കൊണ്ട് നിൽക്കുമ്പോ പ്രാക്ടീസ് കൊടുക്കുമ്പോഴേ ശരിയാവും. പഠിക്കുമ്പോഴേ തെറ്റിപ്പോവും. കുഴപ്പമില്ല. മുകളിൽ നിന്ന് താഴത്തോട്ട് വരക്കാം. നീണ്ട ഒരു ബാറ്റ് വരച്ചോ. എന്നിട്ട് എന്തോ ചെയ്യണം? ഇതിന്റെ പിറകുന്ന് വീണ്ടും എന്തോ ചെയ്യണം? കൈവിടാതെ മെല്ലെ പിറകോട്ട് പോവാ പകുതി വരെ. എന്നിട്ട് ഇവിടുന്ന് അതിനോട് ചേർന്ന് നോക്കിക്കേ, വലിയൊരു പന്ത്. ബാറ്റും ബോളും ചേർന്നപ്പോഴേ സ്മോൾ ലെറ്റർ ബി. ആരാ? സ്മോൾ ലെറ്റർ ബി. പതിയെ പറഞ്ഞോണ്ട് എഴുതി നോക്കിയേ. നീണ്ട വരന്ന് നമ്മൾ എന്തോ ചെയ്യോ? വീണ്ടും ദാ പിറകോട്ട് അവിടുന്ന് നടുഭാഗത്തുനിന്ന് വലത്തോട്ട് വരച്ചു കൊടുക്കുക. വലിയൊരു വട്ടം ബോള്. ബാറ്റും ബോളും ചേർന്നപ്പോ എന്തായി? സ്മോൾ ലെറ്റർ ബി. കൈവിടാതെ എങ്ങനെ എഴുതും? സ്ലോലി എഴുതുക. ഇവിടുന്ന് വീണ്ടും ഇതാ ഇങ്ങനെ പോവാ. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ വരക്കുക. മനസ്സിലായോ? സ്മോൾ ലെറ്റർ ബി. ഏതാ ഇന്ന് പഠിച്ചത്? സ്മോൾ ലെറ്റർ ബി. വീട്ടിൽ നിന്ന് ഒരു പേജ് മുഴുവനായിട്ട് പതിയെ എഴുതുക. എഴുതിയാകുമ്പോൾ പ്രാക്ടീസ് കിട്ടും. അപ്പോഴേ എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കും. ഓക്കെ, സ്മോൾ ലെറ്റർ ബി. കൂട്ടുകാർക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടായോ? ബി എഴുതാൻ വേണ്ടി മനസ്സിലായോ? വീണ്ടും അടുത്ത ക്ലാസ്സിൽ അടുത്ത ലെറ്റർ പഠിക്കാം. അതുവരെ ബൈ.